ഹലോ ഫ്രണ്ട്സ്, അനന്യ തുമ്പി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ തുമ്പിയുടെ അംഗനവാടിയിൽ ക്രിസ്മസ് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുവപ്പ് ഉടുപ്പ് വേണം പറയുന്നത്. ചുവപ്പ് ഉടുപ്പ് ഉള്ളത് വീട്ടിലായിരുന്നു, പിന്നെ അത് ആൾക്ക് ഇറക്കം കുറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചുവപ്പ് ഉടുപ്പൊക്കെ എടുത്തു. ഉടുപ്പിലേക്ക് ചുവപ്പ് റിബണും വല്ലതും വാങ്ങി. അപ്പം അവർക്ക് ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇതും കൂടി ഉണ്ട്. അത് അപ്പോൾ ഫ്രണ്ടിന് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ പറഞ്ഞു ടീച്ചർ. അപ്പം ഞാൻ വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ അതിലൊരു കുപ്പിയാണ്. ഒരു കുപ്പി, അതിൽ ആ കുപ്പിയിൽ ലൈറ്റാണ്. ആ ലൈറ്റ് ഇങ്ങനെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഇങ്ങനെ കത്തും. പലതരത്തിലുള്ള ബൾബുകൾ ഉള്ളിൽ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. അധികം വിലയൊന്നുമില്ല, എന്നാൽ തിരക്കടില്ലാത്ത ചെറിയ ഐറ്റംസ് വാങ്ങിയാൽ മതി എന്ന് ടീച്ചർ പറയുന്നു. പിന്നെ ഞാൻ അതിലേക്ക് ചുവപ്പ് റിബണും പിന്നെ അവൾക്ക് ചുവപ്പ് വള പിന്നെ തൊപ്പി വാങ്ങി. ബലൂണുകൾ വാങ്ങണം പറഞ്ഞിരുന്നു. അപ്പോൾ ചുവപ്പും വെള്ളയും ബലൂൺ വാങ്ങി. പിന്നെ ഞങ്ങൾ തൊപ്പിയിട്ടിട്ട് അമ്മടി മക്കളുടെ ഒരു ഷോ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എടുത്തു. എന്നിട്ട് പിറ്റേ ദിവസം പിന്നെ രാവിലെ ഞാനും ഒപ്പം പോകണം. അപ്പം മോനെയും കൂട്ടി ഞങ്ങൾ അംഗനവാടിക്ക് പോയി. എല്ലാവരും വന്നു കഴിഞ്ഞായിരുന്നു. അപ്പോൾ എന്നിട്ട് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. ടീച്ചർ പുൽക്കൂടൊക്കെ ടീച്ചർ പിന്നെ തലേ ദിവസം തന്നെ സെറ്റാക്കി വെച്ചിരുന്നു അംഗനവാടിയിൽ. അത് പുൽക്കൂടിൻ്റെ മാത്രമായിട്ടൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അതവിടെ ഒരു ഭാഗത്തുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി വന്നിട്ട് എല്ലാ കുട്ടികളും അമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. പാട്ടൊക്കെ വെച്ചിട്ട് തുമ്പി പിന്നെ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കളിക്കുകയൊക്കെ ചെയ്യും നന്നായിട്ട്. അതുകൊണ്ട് ഉള്ള ഡാൻസൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ നല്ല രസമായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സും എനിക്ക് വിലപ്പെട്ടതാണ്. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണും വേണം. വാച്ച് അവർ കിട്ടിയാലേ നമുക്ക് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അത് കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ കുട്ടികളെല്ലാവരും കൂടിയിട്ട് കളിക്കാൻ. അപ്പോൾ അതിൽ ഒരു വലിയ കുട്ടീനെ പിടിച്ചിട്ട് അപ്പൂപ്പനാക്കി ടീച്ചർ ഒരു മുഖംമൂടിയൊക്കെ വെച്ചിട്ട് തുമ്പിയുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ തുമ്പി സമ്മതിച്ചില്ല. അങ്ങനെ എന്നിട്ട് ഒരു വലിയ കുട്ടീനെ ടീച്ചർ അങ്ങനെ ആക്കിയിട്ടോ. അപ്പോൾ അവനവിടെ നിന്നിങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല രസമായിരുന്നു എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ടീച്ചർ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. പല പാട്ടുകളും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ കോപ്പിറൈറ്റ് കിട്ടുമോ പേടിച്ചിട്ടാണ് ഞാൻ ആ സൗണ്ട് ഓണാക്കാത്തത്. കാരണം കുട്ടികളുടെ സൗണ്ടും ആകെ മൊത്തം ബഹളമാണ്. അതുകൊണ്ട് പിന്നെ ആ സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാൻ വേണ്ടി പറ്റില്ല. എനിക്കങ്ങനെ ഒരു വട്ടം ഞാൻ ഇങ്ങനെ നമ്മളെ ഓൺ വോയിസ് വീഡിയോയിലുള്ള വോയിസ് ഇട്ടിട്ട് എനിക്ക് ഫസ്റ്റ് തന്നെ കോപ്പിറൈറ്റ് കിട്ടിയതായിരുന്നു. അപ്പോൾ ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ചാനൽ പോകും. അതുകൊണ്ട് പിന്നെ ഞാൻ സൗണ്ട് ഓണാക്കാത്തത് കേട്ടോ. അപ്പോൾ തൊപ്പി പോയി പറഞ്ഞിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ തൊപ്പി പിന്നെയും വെച്ചെടുത്ത് പൊന്നൂട്ടനോട് തൊപ്പിയൊക്കെ ആണ്. അപ്പോൾ ആ ചെക്കൻ തൊപ്പിയൊന്നും വെച്ചില്ല കേട്ടോ. ആ ചെക്കൻ അങ്ങനത്തെ അതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ കുറേ ഞാൻ നിർബന്ധിച്ചു. എന്നിട്ട് ഞാൻ കുറേ ചീത്തൊക്കെ പറഞ്ഞു, ഈ എന്തിനാ പിന്നെ വന്നത് പറഞ്ഞിട്ട്. അത് അവിടെ ഒരു ഭാഗത്ത് ഇരിക്കുന്നു കേട്ടോ. അവൻ ഒന്നിനും വന്നില്ല. അപ്പോൾ ഇന്നെയാണ് ടീച്ചർ ഫോട്ടോ എടുക്കാൻ ഏൽപ്പിച്ചത്. ഞാൻ നമ്മളെ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോസ് ഇതൊക്കെ എടുത്തതാണ്. പക്ഷെ ടീച്ചർ എന്നെ ഏൽപ്പിച്ചു പിന്നെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാനത് അങ്ങനെയായിട്ട് എടുത്തു. അപ്പോൾ അതുകൊണ്ട് എന്നെ അധികം കാണില്ല. അമ്മമാരെല്ലാവരും നിന്നിട്ടുള്ള ഫോട്ടോയിലൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം ഞാനാണ് ഫോട്ടോ ഒക്കെ എടുത്തത്. പിന്നെ ഒരു സെൽഫിയൊക്കെ എടുത്തായിരുന്നു. അതൊക്കെ നല്ലൊരു വീഡിയോ എടുത്തായിരുന്നു. എല്ലാവരും കൂടി ക്രിസ്മസ് എന്ന് പറയുന്നത്. അത് പോയി, അത് സേവ് ആയില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല. എൻ്റെ കൈ തട്ടിയിട്ട് അങ്ങനെ ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ ഇപ്പോൾ ടീച്ചർ ഇത് എഡിറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ കേക്ക് മുറിച്ചിട്ട് എല്ലാ മക്കളുടെയും വായിൽ വെച്ച് കൊടുക്കേണ്ടത് തുമ്പിക്കും കിട്ടിയിട്ടാണ്. അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ടീച്ചർ. എന്നിട്ടാണ് പിന്നെ നമുക്ക് വലിയവർക്കൊക്കെ മുറിച്ച് തന്നത്. അപ്പോൾ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല രസമായിരുന്നു. എല്ലാവരും ചുവപ്പ് ഉടുപ്പൊക്കെ ഇട്ടിട്ട് നമ്മളെ മക്കളെ സന്തോഷമാണ് നമുക്ക് വലുത്. അപ്പോൾ തുമ്പിക്ക് ഇങ്ങനെ ഉടുപ്പ് വേണം പറഞ്ഞപ്പോൾ പിന്നെ പൈസ ഇല്ലാത്തതൊന്നും നമ്മൾ നോക്കില്ല. ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നില്ല.
അപ്പോൾ നമ്മളെ മക്കളെ അങ്ങനെ ഒരു കുറവും വരരുതെന്ന് വെച്ചിട്ടാണ് എല്ലാ പരിപാടിക്കും, ഇനിയിപ്പോൾ അവൻ്റെ പരിപാടി ആയാലും മോൻ്റെ പരിപാടി ആയാലും അതെല്ലാം ഇതിന് ഞങ്ങൾ തലേ ദിവസം പോയിട്ടാട്ടോ ഡ്രസ്സ് എടുക്കുക. മുൻകൂട്ടിയിട്ടൊന്നും എടുക്കില്ല. പിന്നെ ഉള്ളത് ഞാൻ എടുത്ത് വെക്കും. ഇപ്പോൾ പൊന്നൂട്ടൻ്റെ കുറേ ഡ്രസ്സുള്ള കാരണം അന്നിപ്പോൾ ശിശുദിനത്തിനൊക്കെ ഞാൻ അവൾക്ക് അതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അതിനൊന്നും ഞങ്ങൾക്ക് പുതിയ ഡ്രസ്സ് എടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം മോൻ്റെ ഡ്രസ്സ് ഞാൻ എടുത്ത് വെക്കും. ഇങ്ങനത്തെ സ്പെഷ്യലായ ഡേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വെള്ള ഡ്രസ്സുകൾ അങ്ങനെയുള്ള കാര്യം. ഇന്നിപ്പോൾ പൊന്നിട്ട് വെള്ള ഷർട്ടാണ് ഇട്ടുന്നത്. അത് 2 കൊല്ലം മുന്നത്തെ ഷർട്ടാട്ടോ. ചെറുതായിട്ട് ഇറക്കമൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല ഇറക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എപ്പോഴും ഇടാൻ പറ്റുന്നുണ്ട്. അതേപോലെ തുമ്പിക്ക് ഉടുപ്പെടുക്കുമ്പോൾ ഞാൻ കുറച്ച് ഇറക്കത്തിലെടുത്തു. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ഇതന്നെയില്ലേ, അപ്പോൾ ഇതേപോലെ വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. അത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് കേട്ടോ. അങ്ങനെ ടീച്ചർമാർ 2 കൂടിയിട്ട് കുട്ടികളെന്നൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ ചെറിയ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ടീച്ചർ നല്ല വൈബുള്ള ടീച്ചറാട്ടോ. നല്ല ടീച്ചറാണ്. ഹെൽപ്പറും അതെ. അവർ 2 ടീച്ചർമാരും നല്ല സ്വഭാവമാണ്. അങ്ങനെ അവരുള്ളതുകൊണ്ടാണ് നമ്മൾ മക്കളെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ വീണ്ടും പറഞ്ഞയക്കാൻ തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ടീച്ചർമാരുടെ സ്വഭാവം നന്നാവുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അംഗനവാടിക്ക് പറഞ്ഞയക്കുക. ടീച്ചർമാർ ശരിയല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ അവിടെ ഒന്നും ഉണ്ടായിരുന്നു. അതൊരു വസ്തുവിനെ നല്ലല്ലാത്ത ടീച്ചറായിരുന്നു. എന്നിട്ട് അതിനവിടുന്ന് സ്ഥലം മാറ്റിയിട്ട് എല്ലാ രക്ഷിതാക്കളും പറഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പിന്നെ അംഗനവാടിയാണല്ലോ. ഇപ്പോഴത്തെ ടീച്ചർമാരൊക്കെ നല്ല സൂപ്പർ ടീച്ചർമാരാണ്. അതേപോലെയാണ് ഇവിടുത്തെ ടീച്ചർമാർ 2 നല്ല സൂപ്പർ ടീച്ചർമാരാണ്. അതുകൊണ്ട് നമുക്ക് മക്കളെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ തോന്നും. തുമ്പി ആയാലും അംഗനവാടി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ദിവസം പോലും അവർക്ക് പോവാതിരിക്കാൻ പറ്റില്ല. പോയില്ലെങ്കിൽ കരച്ചിലാവും അംഗനവാടി പോകണം പറഞ്ഞിട്ട്. ഞങ്ങളൊക്കെ അംഗനവാടി പോണേനായിരുന്നു കഴിഞ്ഞിന്ന്. ഇവള് അംഗനവാടി പോവാത്തതിനാണ് കരയുന്നത്. പോകണം പറഞ്ഞിട്ട് അവിടെ ഇരിക്കും. ഇനിയിപ്പോൾ അസുഖമായാലും അവൾക്ക് പോകണം പറയും. പക്ഷേ അസുഖമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് പടരുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം പറഞ്ഞയച്ചില്ല. അതിനിവിടെ ഊക്കം കരച്ചിലും ബഹളമൊക്കെ ഇരുന്നു. പിന്നെ ജലദോഷം കുറച്ച് മാറിയപ്പോൾ പറഞ്ഞയക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ തുമ്പിയും ഷെറാസ് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ താഴെ താമസിക്കുന്ന എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ടാണ്. അവളുടെ മോനാണ് കേട്ടോ. അവനും നന്ന് ചാടി കളിക്കുന്നു കേട്ടോ. അവർ 2 മാത്രമാണ് കളിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ കുറച്ച് ചൊറ പിടിച്ചിരിക്കുകയാണ്. കാരണം മക്കൾക്ക് വിശന്നിട്ട് എന്തൊക്കെയാണ് ആണെന്നോ എല്ലാവർക്കും കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ ഉമ്മമാരൊക്കെ എത്തും ഒക്കെയാണ്. ആരും അങ്ങനെ സമ്മതിക്കുന്നത്. തുമ്പിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ലാത്തതുകൊണ്ട് എനിക്കും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. അവളങ്ങനെ എടുത്ത് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ട് ഇത്ര പേർക്ക് അംഗനവാടി കുട്ടികൾക്ക് കലോത്സവം ഉണ്ട്, അതിൽ ചേരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പോകണം. അങ്ങനെ അംഗനവാടിയിൽ നിന്ന് പിന്നെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ കടയത്തെ ഓണറുടെ വക മക്കൾക്ക് എല്ലാവർക്കും ലഡു വിതരണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ടയറിൻ്റെ കടയാണ് അവിടെ, പടിഞ്ഞാറങ്ങാടി പണിക്കരുപടി എന്ന് പറയും അവിടെ. അപ്പോൾ അവരെ വകയായിരുന്നു കേട്ടോ ലഡു. കഴിഞ്ഞ പ്രാവശ്യം ശിശുദിനത്തിന് ക്ലബ്ബുകാരെ വകയായിരുന്നു കേട്ടോ നമുക്ക് ലഡുവും ജിലേബിയും കേക്കൊക്കെ തന്നത്. അപ്പോൾ ഇപ്രാവശ്യം ലഡു ഇവരുടെ വകയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് പാട്ടൊക്കെ വെച്ച് കുറച്ച് നേരം ഒന്ന് കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ മക്കൾ കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇത് അവളുടെ 2ാമത്തെ മോനാണ്. ഷെസീം എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. അനിയത്തിൻ്റെ ഫ്രണ്ട് ഉണ്ട് പറഞ്ഞല്ലോ അവളുടെ. അങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് ലഡുവൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ മേലേക്ക് കയറി. നടന്നൊരു വഴിയായിട്ടോ. എനിക്ക് പിന്നെ കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടാൻ തുടങ്ങും. അപ്പം അങ്ങനെ ശ്വാസം മുട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, രസമല്ലേ എല്ലാവരും കൂടി ഇങ്ങനെ നടക്കുന്നത്. പിന്നെ എല്ലാവരും പറയുന്നോട് ഇങ്ങനെ ഒക്കെ എല്ലാവരും പോകുമ്പോൾ ഇങ്ങനെ മാസ്ക് ഇടണം, തോനെ ആളുള്ളപ്പോൾ മാസ്ക് ഇട്ടോളൂന്ന് പറയും. പക്ഷേ എനിക്കൊരു മടിയാട്ടോ. ഞാൻ മാത്രം മാസ്ക് ഇട്ടിട്ട് ബാക്കി എല്ലാവരും ശരിയാണ്. എൻ്റെ ഹെൽത്തിന് പ്രശ്നം വെച്ചിട്ടാണ് ഇടാൻ പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇടാറില്ല കേട്ടോ. എല്ലാവരും കുറേ ആളുള്ളപ്പോൾ എനിക്ക് മടിയാണ് മാസ്ക് ഇടാൻ. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മാത്രമേ ഞാൻ മാസ്ക് ഇടാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.